എല്ലാ കൂട്ടുകാർക്കും റാങ്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാന ഒരു ഭാഗമായ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഓർക്കേണ്ട 4 ഡേറ്റുകൾ ഉണ്ട്. അത് തന്നെ തുടങ്ങാം. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അടുത്തത് 1946 ഡിസംബർ 6 നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഡിസംബർ 9, 3 ദിവസം കഴിഞ്ഞു. ഡിസംബർ 9. ഡിസംബർ 9-ന് ആദ്യമായി ഒരു യോഗം ചേരുകയാണ് ഉണ്ടായത്. അതെവിടെ വെച്ചാണ് ആ യോഗം ചേർന്നത്? ഇപ്പോഴത്തെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അന്ന്, അതായത് 1946 ഡിസംബർ 9-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേരുന്നത്. രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണെങ്കിൽ 1946 ഡിസംബർ 9-ന് ആദ്യ യോഗം ഇപ്പോഴത്തെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റിൽ വെച്ച് നടക്കുന്നു. അടുത്തൊരു ഡേറ്റാണ് 1946 ഡിസംബർ 11. ഡിസംബർ 11-ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത് 1946 ഡിസംബർ 11-ന്. ഇനി ഒരു ഡേറ്റ് കൂടി നമുക്ക് പ്രധാനമായും ഓർത്തിരിക്കേണ്ടതുണ്ട്. 1946 ഡിസംബർ 13. ഡിസംബർ 13-നാണ് നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കി ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് 1947 ജനുവരി 22-നാണ്. അവതരണം 1946 ഡിസംബർ 13-ന് നടന്നെങ്കിലും അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചെങ്കിലും ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് 1947 ജനുവരി 22-നാണ്. ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടി പറയാം. 1946 ഡിസംബർ 6. ഡിസംബർ 6-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നു. 1946 ഡിസംബർ 9. ഡിസംബർ 9-ന് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നു. ആദ്യത്തെ മീറ്റിംഗ് എവിടെ വെച്ചാണ് നടക്കുന്നത്? സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റിൽ വെച്ച് നടക്കുന്നു. 1946 ഡിസംബർ 11-ന് ആദ്യത്തെ സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെടുന്നു. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിക്കുന്നു. 1947 ജനുവരി 22-ന് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. ഇനി നോക്കാം. നമ്മൾ പറഞ്ഞു ആദ്യത്തെ സമ്മേളനം നടന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 207 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ അതായത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത 207 പേരിൽ 9 വനിതകളാണ് ഉണ്ടായിരുന്നത്. 9 വനിതകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യ സമ്മേളനം നടന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ്. ഡേറ്റ് 1946 ഡിസംബർ 9. പങ്കെടുത്തവരുടെ എണ്ണം 207. പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9.
ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് JB കൃപലാനിയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് JB കൃപലാനി. ഈ സമ്മേളനത്തിൽ, അതായത് ആദ്യമായി നടന്ന സമ്മേളനത്തിൽ 1946 ഡിസംബർ 9 നടന്ന സമ്മേളനത്തിൽ താൽക്കാലികമായി ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അദ്ദേഹമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അഥവാ ആദ്യമായി തിരഞ്ഞെടുത്ത അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നീടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്ത ഡേറ്റാണ് 1946 ഡിസംബർ 11. 1946 ഡിസംബർ 11 സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നത് HC മുഖർജി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നത് HC മുഖർജി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 208 സീറ്റും മുസ്ലിം ലീഗിന് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് ചെറിയ സഭയിലുള്ള സ്വതന്ത്രരുമാണ് നേടിയിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അംഗങ്ങളുടെ എണ്ണം 389 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഈ 389-ൽ 292 പേര് ഗവൺമെൻറ് ഓഫ് പ്രൊവിൻസിൽ നിന്ന്, അതായത് എലക്റ്റഡ് മെമ്പേഴ്സാണ്, തെരഞ്ഞെടുത്ത അംഗങ്ങളാണ്. ഗവൺമെൻറ് ഓഫ് പ്രൊവിൻസിലെ അംഗങ്ങളാണ് 292. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 292 അംഗങ്ങൾ, അതായത് ടോട്ടൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389. അതിൽ നിന്നും 292 അംഗങ്ങളെ ഗവൺമെൻറ് ഓഫ് പ്രൊവിൻസിൽ എലക്റ്റഡ് മെമ്പേഴ്സായിരുന്നു, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു. പിന്നെ വന്ന 4 പേര് ചീഫ് കമ്മീഷണേഴ്സായിരുന്നു. ചീഫ് കമ്മീഷണർമാർ പ്രവിശ്യകളിൽ നിന്നും 4 പേരാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിലി സ്റ്റേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 93 പേര് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് പറഞ്ഞത്. അതായത് ആദ്യ സമ്മേളനത്തിൽ 1946 ഡിസംബർ 9 ചേർന്ന ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ അംഗങ്ങളുടെ എണ്ണം 207. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഈ 389 അംഗങ്ങളിൽ 292 പേര് ഗവൺമെൻറ് ഓഫ് പ്രൊവിൻസിൽ നിന്നും, 4 പേര് ചീഫ് കമ്മീഷണറിൻ്റെ പ്രൊവിൻസിൽ നിന്നും, ബാക്കി 93 പേർ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നുമാണ്. 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 292 പേരാണ് ഉണ്ടായിരുന്നത്. അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ഉണ്ടായിരുന്നത് 292 പേർ. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ 389 നിന്നും അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു 299 മാറി. പിന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ 17 അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയിൽ ആദ്യം ഈ 389-ൽ 17 മലയാളികളും ഉണ്ടായിരുന്നു. ഈ 17 മലയാളികളിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. വ്യക്തമായി ശ്രദ്ധിക്കുക. 389 അംഗങ്ങളാണ് ആകെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 292 പേർ ഗവൺമെൻറ് ഓഫ് പ്രൊവിൻസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു. 4 പേര് ചീഫ് കമ്മീഷണേഴ്സിൻ്റെ പ്രൊവിൻസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. 93 പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ 389-ൽ 17 മലയാളികളുണ്ടായിരുന്നു.
ആ 17 മലയാളികളിൽ 3 മലയാളി വനിതകളുണ്ടായിരുന്നു. വേറൊരു 17ൻ്റെ കണക്കും കൂടിയുണ്ട്. 389 ആകെ 17 വനിതകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മലയാളി വനിതകളായിരുന്നു. ആരൊക്കെയായിരുന്നു മലയാളി വനിതകളിൽ നിന്ന് ആദ്യം നോക്കാം. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇവർ 3 പേരായിരുന്നു മലയാളി വനിതകൾ. ആനി മസ്ക്രീൻ പ്രതിനിധാനം ചെയ്തിരുന്നത് തിരുവിതാംകൂറിനെയാണ്. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെ പ്രതിനിധാനം ചെയ്തു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി മാറി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആൻ്റണി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആയിരുന്നത് SN മുഖർജി. ഫ്രാങ്ക് ആൻ്റണി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, ചീഫ് ഡ്രാഫ്റ്റ്മാൻ SN മുഖർജി. നമ്മൾ പറഞ്ഞിരുന്നു ഈ 389 അംഗങ്ങളിൽ 17 മലയാളികളുണ്ടായിരുന്നു. അവർ പ്രതിനിധാനം ചെയ്തിരുന്നത് 4 തലത്തിൽ നിന്നാണ് വന്നിരുന്നത്. അതിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്നു, കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നു, മദ്രാസിൽ നിന്നുണ്ടായിരുന്നു, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഉണ്ടായിരുന്നു. അതിൽ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെയും നമ്പർ ചോദിച്ചിട്ടുണ്ട്, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് തിരുവിതാംകൂറിൽ നിന്നും 6 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെ പ്രതിനിധാനം ചെയ്തിരുന്നത്. തിരുവിതാംകൂറിൽ നിന്നും 6 പേർ, കൊച്ചിയിൽ നിന്നും ഒരാൾ, തിരുവിതാംകൂറിൽ നിന്നും 6 പേർ, മദ്രാസിൽ നിന്നും 9, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും 1. തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തിരുന്നത് 6 പേരെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പെടുന്നതാര് എന്നിങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്യുന്നത് പട്ടമ്മേ താണുപിള്ള, R ശങ്കർ, PS നടരാജൻ പിള്ള, K മുഹമ്മദ്, PT ചാക്കോ. തിരുവിതാംകൂറിൽ പട്ടം പറത്തിയ ശങ്കർ നടന്ന് മുഹമ്മദിൻ്റെ പീടികയിൽ ചെന്നു എന്ന് അങ്ങനെയൊക്കെ കോഡ് എന്തെങ്കിലും ഉണ്ടാക്കാം. 6 പേരാണ് തിരുവിതാംകൂറിൽ നിന്ന് ഉണ്ടായത്. തിരുവിതാംകൂറിൽ പട്ടം പറത്തിയത് ആരായിരുന്നു? പട്ടം പറത്തി നടന്നത് ശങ്കരനായിരുന്നു. ശങ്കരൻ നടക്കുകയാണ്, നടരാജപിള്ളയാണ് നടക്കുകയാണ് ചെയ്തത്. നടന്ന് മുഹമ്മദിൻ്റെ പീടികയിലാണ് എത്തിച്ചേർന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ കോഡൊന്നുമല്ല, എവിടെയോ കണ്ട ഒരു കോഡാണ്. ഉപകാരപ്പെടുമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൊച്ചിയിൽ നിന്ന് ഉണ്ടായത് ഒരാളാണ്. കൊച്ചിയിൽ നിന്നുണ്ടായത് പ്രത്യേകം നോട്ട് ചെയ്യുക, പനമ്പള്ളി ഗോവിന്ദമേനോൻ. അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും പ്രതിനിധാനം ചെയ്തത് ജോൺ മത്തായി ആണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും പ്രതിനിധാനം ചെയ്തത്. മദ്രാസിൽ 9 പേരുണ്ട്. K മാധവമേനോൻ, P കുഞ്ഞിരാമൻ, KTM, അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് എന്നിവരാണ് ആ 9 പേര്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായത് BN റാവു ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയൻ BN റാവു ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയൻ BN റാവു ആണ്. മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേശകൻ ആയിരുന്നതും BN റാവു തന്നെയാണ്. മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേശകൻ ആയത് BN റാവു തന്നെയാണ്.
ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22-ന്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ജനുവരി 24 1950 ജനുവരി 24-ന് ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചു. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിക്കുന്നത് 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ദേശീയ മുദ്രയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിക്കുന്നത് 1957 മാർച്ച് 22-നാണ്. 1957 മാർച്ച് 22-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിക്കുന്നത്. മുഴുവനായിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മറ്റു കാര്യങ്ങൾ കൂടി വിശദമായി നോക്കാം. നന്നായി കേട്ടുപഠിക്കുക. കേട്ടുപഠിച്ചാൽ തന്നെ നന്നായി ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ കേട്ടതിന് നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.